ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ രാവിലെ തന്നെ മിത്തുക്കുട്ടിയുടെ PTM പോവാണ്. സാധാരണ എക്സാം കഴിഞ്ഞിട്ടാണ് PTM. ഇത് എക്സാമിന് മുന്നേ ഒരു കുഞ്ഞു PTM അല്ലേ? അതെന്തിനാ മിത്തു? ക്ലാസ് ടെസ്റ്റ് പേപ്പേഴ്സ്. ഇതാ തുടങ്ങായി എക്സാം. 10th എത്താൻ ഇനി ഒരു മാസം കൂടിയുള്ളൂ. മിത്ത് പറയണ്ട എന്താ ഇത്രയൊക്കെ എല്ലാവരും പറഞ്ഞ് പേടിപ്പിക്കല്ല. 10th 9th പോലെ ഒരു സാധാരണ സംഭവം. അതെ, അത് ശരിയാണ് അല്ലേ? നമ്മളായിട്ട് കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട. അപ്പം അച്ഛനും അമ്മയൊക്കെ പോവാറായി. അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അവർ ഒരു ദിവസം കൂടിയേ ഉള്ളൂ ഇനി. അങ്ങനെ അവർ നാട്ടിലേക്ക് പോവാണ്. അപ്പം ഞങ്ങൾ വേഗം PTM പോയിട്ട് വരുമ്പോഴേക്കും അച്ഛനും അമ്മോടും റെഡിയായി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. വെറുതെ ചുമ്മാ ഇങ്ങനെ നമ്മൾ ഓരോ സ്ഥലത്തേക്കൊക്കെ പോവാം, അമ്പലത്തിലൊക്കെ പോവാം അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം എന്തായാലും ഇപ്പോൾ ഒന്ന് പോയി വിത്ത് പറയണല്ലോ. പപ്പടം 10th ക്ലാസ് ഇവിടെ ഓർമ്മിപ്പിക്കണ്ട അല്ലേ വിത്ത്? ഓ അതെ, എന്താന്നറിയില്ല, ഫൈനലായപ്പോ ശരിയായില്ല. അത് കുട്ടികൾ ഇപ്പൊ പഠിക്കണമെന്നില്ല എന്നുള്ളതാണ് അല്ലെ. പണ്ടൊക്കെ നമ്മളിരുന്ന് പഠിച്ച അങ്ങനെയൊന്നുമില്ല. എല്ലാം അതെ, ഓരോ ജനറേഷൻ ഓരോ പോലെ. അപ്പൊ എന്തായാലും പോട്ടെ, മാർക്കൊക്കെ ഒന്ന് നോക്കട്ടെ. ഇത് ഫൈനൽ എക്സാമിന് മുന്നേ ഉള്ള PTM ആണ് കേട്ടോ. ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത മാസം ഫൈനൽ എക്സാം ഉണ്ട്. ഇവർക്ക് ഒരു 9th മുതലൊരു 4-5 പ്രാവശ്യം PTM ഉണ്ടാവും കേട്ടോ. അപ്പം മാർക്കും ഇത് CT ക്ലാസ് ടെസ്റ്റുകളുടെ മാർക്കും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്, ഫീഡ്ബാക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ICSEയിൽ 9th അവർക്ക് ഓൾറെഡി ജാനുവരി മുതൽ തുടങ്ങി 10th. അതാണ് അതിൻ്റെ ഒരു ഇതായിട്ട് എനിക്ക് തോന്നുന്നത്. ICSEയിൽ അതായത് പകുതി 9th പഠിപ്പിക്കും, 10th പഠിപ്പിക്കും, അങ്ങനെ മൊത്തത്തിൽ കുറേ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എല്ലാ പ്രാവശ്യം PTM കഴിഞ്ഞാൽ നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാറുണ്ട്. അപ്പോഴേക്കും അച്ഛനും അമ്മോടൊക്കെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്ഥിരം ദക്ഷിണാടിയിലാണ് കേട്ടോ നമ്മൾ കഴിക്കുന്നത്. രമേശേട്ടൻ പിന്നെ ആദ്യം തന്നെ ചെന്ന മസാല ദോശ, അതിലപ്പുറം ഒരു പരിപാടിയില്ല. അതുകൊണ്ട് രമേശേട്ടൻ എപ്പോഴും ഫസ്റ്റ് ചെന്ന ഉടനെ തന്നെ കിട്ടും കേട്ടോ. വട ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ എപ്പോഴും കൺഫ്യൂസ്ഡാണ് എന്തൊക്കെ വാങ്ങണമെന്നുള്ള. അമ്മ കണ്ടോ വാങ്ങിച്ചിരിക്കുന്നത് പേപ്പർ ദോശ. അമ്മയ്ക്ക് എന്നെ ചിരി വരുന്നു കേട്ടോ അതിൻ്റെ വലിപ്പം കണ്ടിട്ട്. പിന്നെ ഞങ്ങളൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞാൽ അമ്മ ഇതുപോലൊരു അബദ്ധത്തില്ല. ഇത് അബദ്ധമല്ല, ആദ്യത്തെ പ്രാവശ്യം ഞങ്ങൾ ഷിർദി പോയ സമയത്ത് പറഞ്ഞു എനിക്ക് പേപ്പർ ദോശ മതിയെന്ന്. അത് ഇതല്ല കേട്ടോ, അതൊരു ഫുൾ ടേബിൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഓരോരുത്തരും അവരവർക്കും വാങ്ങിച്ചു. അമ്മ അവസാനം പെട്ടുപോയി. അതുപോലെയാണ് ഇപ്പോൾ അത് ആലോചിക്കുമ്പോൾ ചിരി വരും. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാനും അച്ഛനും മിനി ഇഡ്ഡലി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മിനി ഇഡ്ഡലി കേട്ടോ. മിടുത്ത കുട്ടിയാണെങ്കിൽ പൊറോട്ടയും കുറുമയും പിന്നെ ഒരു ഫിൽറ്റർ കോഫിയും കൂടെ കുടിച്ച് തൽക്കാലം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് മിത്തുക്കുട്ടീനെ നമ്മൾ വീട്ടിലാക്കിയിട്ട് ഞാനും അച്ഛനും അമ്മയും രമേശേട്ടനും കൂടെ ഒന്ന് കറങ്ങാൻ വന്നതാട്ടോ. ഇവിടെ കുറച്ച് നമുക്ക് പേഴ്സണൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാനും റെഡിയാക്കാനും ഒക്കെ വേണ്ടി വന്നതാണ്. അമ്മയച്ഛനൊക്കെ എവിടെ? 1-2 ചെറിയ കാര്യങ്ങളുണ്ട്. ഇങ്ങനത്തെ ഡയറിയിൽ നിന്ന് കിട്ടുന്ന ലസ്സിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. ഇതിൻ്റെ ഫാൻസ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പറയണേ. ഈ ഒരു ടേസ്റ്റ് നമ്മൾ നോർമൽ വാങ്ങിക്കുന്നതിന് കിട്ടില്ല. പഴയ ചെടികളൊക്കെ കരിയിച്ച് കളയ്ക്കുക, പുതിയ ചെടികളൊക്കെ മുല്ല ഉണ്ടാവും അല്ലേ. കുറേ ദിവസമായിട്ട് അച്ഛനോട് പറയുന്നൊരു പരിപാടിയാണ് കേട്ടോ, കുറച്ചും കൂടെ ചെടികൾ വെച്ച് തരണം. നമ്മുടെ കയ്യിലുള്ള ചെടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. എന്നാലും ഒരു 2-3 കൂടെ വെച്ച് തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛൻ ചെടി വെച്ച് കഴിഞ്ഞാണ്ടല്ലോ ഭയങ്കരമായിട്ട് പിടിക്കും. എന്താണെന്നറിയില്ല, ടച്ച് ഫുഡ്. അപ്പോൾ അച്ഛൻ വെറുതെ നമ്മൾ കരിഞ്ഞ ചെടി പോലെ അച്ഛൻ വന്നു കഴിഞ്ഞാൽ അത് റെഡിയാവും കേട്ടോ. അപ്പോൾ അമ്മ ആ നേരം കൊണ്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് വൻ നാടൻ പലഹാരങ്ങളാണ് രമേശേട്ടന് ഇഷ്ടപ്പെട്ടതൊക്കെ. അപ്പോൾ എനിക്കും പിന്നെ ഇഷ്ടമാണ്. എനിക്ക് പിന്നെ എല്ലാം ഇഷ്ടമാണല്ലോ. അതിലോട്ട് പ്രത്യേകിച്ച് അങ്ങനെ എനിക്ക് വേണ്ടി ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ കിണ്ണപ്പം ഉണ്ടാക്കുകയാണ് കേട്ടോ നമ്മുടെ സ്പെഷ്യൽ. മിത്തുക്കുട്ടിയാണെങ്കിൽ PTM കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ ശേഷം കുറച്ചും കൂടെ ഉഷാറാണ്. കാരണം ഇനി ഒരു മാസം കൂടെ ഉള്ളൂ പഠിക്കാൻ. ചായ അച്ഛാ പണി കഴിഞ്ഞോ? ചായ എന്താ ലേറ്റായി? സാധാരണ 5 മണിയാകുമ്പോഴേക്ക് ചായ റെഡിയാവാറുണ്ടല്ലോ. അത് പറഞ്ഞ അച്ഛൻ നാളത്തെ ടിക്കറ്റ് ഇന്ന് തന്നെ ആക്കട്ടെ. പോട്ടെ പണ്ടറോട് സാധാരണ 5 മണിയാകുമ്പോഴേക്കും ടേബിളിലെത്താറ്. ഇത് പാറായി നോക്കി. ഞാൻ ചെന്ന് നോക്കിയതാ. അപ്പോൾ ഈ പണിയിലാണ്. ഇത് കഴിഞ്ഞിട്ടാണ് ചായ കുടിക്കുക. ചായ ഉണ്ടാക്കാൻ മറന്നു ഞാൻ. രാവിലെയും വൈകിട്ടും. അങ്ങനെ ദേ നമ്മുടെ കിണ്ണപ്പം റെഡി. കിണ്ണപ്പം അല്ലെങ്കിൽ കിണ്ണത്തപ്പം എന്ത് വേണമെങ്കിലും പറയാം. അതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ നാട്ടിലെ കിണ്ണപ്പം അല്ലേ. നമ്മളെങ്ങനെയാട്ടോ കിണ്ണപ്പം ഉണ്ടാക്കാം? ചില സ്ഥലത്തൊക്കെ വൈറ്റ് കളറിലുണ്ടാവും. ഇതെങ്ങനെ ഉണ്ടാക്കാം? ഇത് ഉണങ്ങലരിയോ പച്ചരിയോ ഏതെങ്കിലും ഒന്ന്
കുതിർക്കുക. എന്നിട്ട് നന്നായി അരയ്ക്കുക. അതിൽ ശർക്കരപ്പാനി അതില് ചൂടോടെ അല്ലല്ല, ശർക്കര ഞാൻ ആറിയിട്ട പോരാത്. നല്ലോണം വെള്ളമില്ലാതെ, അധികം വെള്ളമില്ലാതെ മാവ് ഉണ്ടാക്കുക. എന്നിട്ട് അതിൽ കുറച്ച് എന്താ നമ്മൾ മയത്തിന് വേണ്ടിയിട്ട് ചക്ക വരട്ടിയതോ അല്ലെങ്കിൽ പഴമോ കൂട്ടിയിട്ട് എന്താണ് ഈ പഴം ആണെങ്കിൽ ഈ അരിമാവിലിട്ടിട്ട് അരയ്ക്കുക. അല്ല ചക്ക വരട്ടിയതാണെന്ന് വെച്ചാൽ ശർക്കരപ്പാനിയിലിടുക. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു 3-4 മണിക്കൂർ വെക്കണം. എന്നാലേ ഒരു മയം ഉണ്ടാവുള്ളൂ. നെക്സ്റ്റ് ഡേ ഉപയോഗിക്കാം. നെക്സ്റ്റ് ഡേ ഉപയോഗിക്കാം. ഇതന്നെ അപ്പത്തിന്റെ കൂട്ട്. അതന്നെയാണ് അപ്പത്തിന്റെ കൂട്ട്. ഇത് അരിപ്പൊടിയിലും ഉണ്ടാക്കാം. അപ്പൊ കുറച്ച് ചൂടുള്ള ശർക്കരപ്പാനി ആവണം. പക്ഷെ അമ്മ എപ്പോഴും പറയുന്നത് അരിപ്പൊടിയേക്കാളും ടേസ്റ്റ് ഇങ്ങനെ അരി കുതിർത്ത. അത് ഉണക്കല്ലരി. ഇത് ഉണക്കല്ലരി കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അത് ശർക്കരപ്പാനി, പിന്നെ ചക്ക വരട്ടിയതാണ്. ഇതില് ചക്ക വരട്ടിയത് അല്ലെങ്കിൽ പഴം, നേന്ത്രപ്പഴം നന്നായി ഏത് പഴമായാലും കുഴപ്പമില്ല. എന്നിട്ട് എന്താ പറയാ, നാളികേര കൊത്ത് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നാളികേരം വേണമെങ്കിൽ ചിരക്കിടാം. പക്ഷെ ഇതൊന്നുമില്ല, പ്ലെയിനാ, നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളി. ഇതാണ് നമ്മുടെ നാട്ടിലെ കിണ്ണപ്പം. കിണ്ണത്തപ്പം, പക്ഷെ കിണ്ണപ്പം എന്നാണ് നമ്മൾ പറയാ. അടിപൊളി. കുറെ കാലയില കഴിച്ചിട്ട്. നെല്ല് വെക്കുമ്പോഴാണ് പണ്ടേ വീട്ടിലിത് വെക്കുമ്പോ അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. നല്ല കട്ടി ഉണ്ടാവും അത്. ഞങ്ങളൊക്കെ വീട്ടിൽ നെല്ല് വെക്കുമ്പോഴാണ് അത് വെക്കും. വലിയ ഒരു കിണ്ണത്തിൽ വെക്കും. അതിന് നല്ല കട്ടി ഉണ്ടാവും. എന്നിട്ട് ആ നെല്ല് വേവുമ്പോൾ ലാസ്റ്റ് എന്താണ് അതെ, ഇവിടെ കിണ്ണത്തപ്പത്തിന് പറയുമ്പോൾ അച്ഛനവിടെ ചെടിയുടെ പരിപാടിയിലാണ്. ചിലരിത് തേങ്ങാപ്പാലൊക്കെ വെച്ചിട്ടുണ്ടാക്കും അല്ലേ? പക്ഷെ ഇതിന്റെ ഒത്തന്റിക് ടേസ്റ്റ് ഇത് തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാണ്. അതെ അതെ, നമ്മുടെ നാട്ടിലെ ടേസ്റ്റ് ആണിത്. അതുകൊണ്ട് നമുക്കിതാണ് കൂടുതൽ ഇഷ്ടം. ഇതില് നാളികേരത്തിന്റെ കൊത്തിടുവോ? ഇല്ലല്ലോ. നെയ്യും ഉണ്ട്, നല്ല ടേസ്റ്റാണ് നെയ്യിന്റെ ഒരു ഫ്ലേവർ ഒക്കെ വരുമ്പോ. ഇതെങ്ങനെ കിണ്ണം, ഇതാണ് കിണ്ണപ്പം എന്ന് പറയുന്നത്. ഇത് തണുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് കഴിച്ചാലും നല്ല ടേസ്റ്റാ. തണുക്ക് ചൂടോടെ തന്നെ കഴിയുന്നില്ല. പോയ വഴി ഇറങ്ങി ഞാൻ എണീറ്റ് വന്ന് നോക്കിയപ്പോ 2 പാത്രം കഴിഞ്ഞു. അപ്പൊ ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നു കഴിക്കാൻ വേണ്ടിട്ട്. അല്ലെങ്കിൽ കയറായിട്ട് ഉണ്ടാവില്ലേക്ക്. മൈ ഫേവറേറ്റ്. അരംഷയുടെ ഫേവറേറ്റ്. അരംഷയുടെ അമ്മ പോണതിന്റെ മുന്നേ ഇന്നലെ കുഴക്കട്ട, ഇലയട, അരിയുണ്ട ഉണ്ടാക്കിച്ചു. ഇന്ന് കിണ്ണപ്പം. പറഞ്ഞപ്പോൾ അരിയുണ്ട. ഓ മൈ ഗോഡ്, ഇതിൽ ഇത്രയും കാര്യമുണ്ട്. ആരാ കഴിച്ച്? എന്റെ മകളായിരിക്കും. ഇന്ന് ഫുൾ ഉണ്ടായിരുന്നു. ഇതില് ഫുൾ ഉണ്ടായിരുന്നു അരിയുണ്ടാ. ഉച്ചക്ക് ഞാൻ കിടന്നുറങ്ങാൻ പോയ നേരത്തെ എന്റെ മകള് കഴിച്ചതായിരിക്കും. സത്യം പറ, സത്യം പറ, നീ എല്ലാരും ഉണ്ടാ കഴിച്ചില്ല? സത്യം. അപ്പൊ അച്ഛനായിരിക്കോ? ആരാ കഴിച്ചാ? ഞാൻ ഉറങ്ങായിരുന്നു. അത് കഴിച്ചോ? ഇന്നലെ കൊറേ കഴിച്ചിട്ട് നടക്കാൻ ഇരിക്കാൻ വയ്യാതെ ഞങ്ങൾ എല്ലാരും കൂടെ 1 മണിക്കൂർ നീ ഉറക്കത്തിൽ കഴിക്കുന്നത് സ്വപ്നം കണ്ടു. അത് ഇതായിരുന്നു അരിയുണ്ട. അപ്പൊ അച്ഛനും അമ്മ ഇതേ പാക്കിംഗ് ഒക്കെ തുടങ്ങാറായി. 1 മാസത്തിന് ശേഷമാണ്, കുറെ കാലത്തിന് ശേഷം ഈ 1 മാസമൊക്കെ നിന്ന്. മറ്റേത് 10 ദിവസമൊക്കെയാണ് കഴിഞ്ഞ വർഷം ആ ഒരു സമയത്തൊക്കെ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോവാണ്. അപ്പോൾ കുറേ ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ സ്ട്രീറ്റിൽ നിന്നൊക്കെ കുറേ ഡ്രസ്സൊക്കെ ഞാൻ അമ്മയ്ക്ക് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഓൺലൈനിൽ ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്കും കൂട്ടത്തിൽ കുറച്ച് ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. എല്ലാതും ആമസോണിൽ നിന്നാണ്. ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇപ്പോൾ ആമസോണിൽ റിപ്പബ്ലിക് ഡേ സെയിൽ നടക്കുകയാണല്ലോ. അപ്പോൾ ഭയങ്കര വൻ ഓഫറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നിങ്ങൾ വാങ്ങിക്കോളൂ. അധിക ദിവസമല്ലേ ഈ സെയിൽ. സോ റിപ്പബ്ലിക് ഡേയുടെ ആ ഒരു സമയം കഴിയണവരെയുള്ളൂ. അപ്പോൾ എന്തായാലും ഇപ്പോൾ വാങ്ങിച്ച നല്ല അടിപൊളി ഡ്രസ്സുകളൊക്കെ കിട്ടും. നല്ലൊരു ബ്യൂട്ടിഫുൾ പേസ്റ്റൽ ഷെയ്ഡാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഇൻറ്റോയറുടെ ഇത് അത്യാവശ്യം നമുക്കൊരു ബർത്ത്ഡേ പാർട്ടിക്കും ഒക്കെ വേണമെങ്കിൽ ഇടാം. ഒരു ഫ്ലോറൽ ഇങ്ങനത്തെ കളേഴ്സൊക്കെ ആകുമ്പോൾ നമുക്കൊരു അമ്മമാർക്കും നമ്മക്കും അടിപൊളിയാണ്. ഇപ്പോൾ പേസ്റ്റൽ ഷെയ്ഡ്സ് ഭയങ്കര രസമല്ലേ. പക്ഷേ ഭയങ്കര ഡാർക്ക് കളേഴ്സിനേക്കാളും കുറച്ചും കൂടെ പേസ്റ്റൽ ഷെയ്ഡ്സ് നന്നായിട്ട് ഫീൽ ചെയ്യും. നല്ല ഭംഗിയുടെ ഒരു ഫ്ലോറൽ. പുറത്ത് ചിലപ്പോൾ കുട്ടികൾ കളിക്കുന്നതിൻ്റെ ബഹളമൊക്കെ കേൾക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ലൈനിങ് ഒക്കെ ഉണ്ട് ഇതിന്.
പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ള ഡ്രസ്സ് അതിപ്പോൾ അമ്മ ഓൾറെഡി 2 പ്രാവശ്യം ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാനിവിടെ കാണിക്കാം. അപ്പോൾ ഈ ഒരു ഡ്രസ്സാണ് ഞാൻ പിന്നെ ഇൻഡിഗോ കളർ ഭയങ്കര, അത് നമുക്കും അമ്മയ്ക്ക് എന്നുള്ളതല്ല നമുക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഇൻഡിഗോൻ്റെ ഇതിൽ വരുന്ന ഒരു പ്യോർ കോട്ടൺ. നല്ല സുഖമുണ്ട്, നല്ല കംഫർട്ടാണ്. അമ്മ അത് 2-3 പ്രാവശ്യം ഇടുകയും ചെയ്തു. അത് ഒന്ന് കഴുകിട്ടിക്കാൻ തോന്നുന്നു. ഇപ്പോൾ നോക്കുമ്പോൾ അത് കാണാനില്ല. ഇത് ശരിക്കും ഞാൻ കുറേ കാലമായിട്ട് വിചാരിക്കുന്നതാണ് കേട്ടോ. നമ്മൾ ഷോർട്ട് കുർത്തിയുടെ കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഷോർട്ട് കുർത്തിയുടെ കൂടെ ഞാൻ കാണിച്ചു തരാം. ഷോർട്ട് കുർത്തീസിൻ്റെ കൂടെ ഇടാൻ പറ്റിയിട്ടുള്ള പാൻറ്റ് ആണെങ്കിലും അതേപോലെ തന്നെ കുറച്ച് ലെങ്ത്തിൽ നമ്മൾ കുർത്തിക്ക് ഇടുമ്പോൾ ഇപ്പോൾ അമ്മയ്ക്കൊക്കെ ആണെങ്കിലും അതെ, ഹൈറ്റ് ഉള്ളവർക്കൊക്കെ കുറച്ച് ലെങ്ത്ത് കുറവ്, അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിലുള്ളവർക്ക് സാധാ മറ്റ് പണ്ടത്തെ പാൻറ്റ് വേണ്ട, എന്നാൽ ലെഗിൻസും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ സ്ലിം ഫിറ്റ് പാൻറ്റും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ പറ്റിയതാണ്. ഇത് പ്ലാസോ അല്ല കേട്ടോ. ഇത് നല്ല കംഫർട്ടാണ്. ഇത് ഒരു പ്രാവശ്യം വാങ്ങിയ പിന്നെ നിങ്ങൾ വാങ്ങിക്കൊണ്ടേയിരിക്കും. അടുത്തത് ഇതും ഇൻജോയറുടെ, ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ് കേട്ടോ. അമ്മയ്ക്കാണെങ്കിലും ഗീതുവിനാണെങ്കിലും ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ഡ്രസ്സാണ്. ട്രഡീഷണൽ ലുക്ക് ഉള്ള ഡ്രസ്സാണ്. കളറാണെങ്കിലും ഒക്കെ അടിപൊളിയാണ്. രണ്ടും നല്ല, ഞാനിത് ഇട്ടിട്ട് കുറേ ഇട്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും കുറേ ഞാൻ ഇടുന്നത് കേട്ടോ. ഇതിൻ്റെ സ്ലീവ്സിൻ്റെ ഭാഗത്തും ഉണ്ട്, അതേപോലെ ഇവിടെ നെക്കിൻ്റെ ഭാഗത്തും ഒരു ചെറിയ വർക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ദുപ്പട്ടയുണ്ട്. ഇതിൻ്റെ ദുപ്പട്ടയും നല്ല ഭംഗിയാണ് കണ്ടോ, ഈ ഒരു കളർ. ഇതിൻ്റെ അടുത്തത് ഞാനൊരു ബ്ലാക്കും വാങ്ങിച്ചു. ഇതും നല്ല പാൻറ്റാണ് കേട്ടോ. ഇതും സെയിം തന്നെയാണ്, പക്ഷെ രണ്ടും ഒന്ന് മാക്സിൻ്റെ ആണ്, ഒന്ന് ഗോ കളേഴ്സിൻ്റെ ആണെന്നാണ് തോന്നുന്നത്. അപ്പം മാക്സിൻ്റെ കുറച്ചും കൂടെ വില കുറവുണ്ട്. ഇതിൻ്റെ തന്നെ പല കളേഴ്സ് കിട്ടുകയാണെങ്കിൽ ഓക്കെ. എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ മറ്റേ ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതും അടിപൊളിയാണ് കേട്ടോ. അപ്പം ഇത്രയും കുറച്ച് പ്രോഡക്റ്റാണ് ഞാൻ ഇപ്രാവശ്യം വാങ്ങിയിട്ടുള്ളത്. അപ്പം എല്ലാതും ഞാൻ പറഞ്ഞ പോലെ ആമസോണിൽ നിന്നാണ്. എല്ലാത്തിൻ്റെയും ലിങ്കും കാര്യങ്ങളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇന്നലത്തെ ദിവസം എങ്ങനെയാണ് പോയെന്ന് അറിയില്ല. അത് കഴിഞ്ഞിട്ട് ഇതേ നെക്സ്റ്റ് ഡേ രാവിലെയാണ് കേട്ടോ. രാവിലെ ഞങ്ങളുടെ മെയിൻ പരിപാടി, പ്രത്യേകിച്ചും വീക്കെൻഡ് ആകുമ്പോൾ അത് ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയും. രമേശേട്ടനും അച്ഛനും പിന്നെ പറയാൻ കുറേ കാര്യങ്ങളുണ്ടാവും. അവരുടെ കോമൺ ഫാക്ടേഴ്സ്. രണ്ടുപേരും നന്നായി പേപ്പർ വായിക്കുന്നവരാണ്. കുറച്ച് GK കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. അച്ഛനും രമേശേട്ടനുമാണ് കേട്ടോ. ഞാൻ എന്താ പറയുക, ഒരമ്മ പെറ്റ മക്കൾ പോലെയാണ് അവർ രണ്ടുപേരും. ആ കാര്യത്തിൽ ഒരേപോലെയാണ്. അപ്പോൾ കുറേ നേരം ഇരുന്ന് വർത്താനമൊക്കെ പറയും. എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത മേഖല ആയതുകൊണ്ട് ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യായിരിക്കും കേട്ടോ. ഇവിടെ തകൃതിയായ പാക്കിങ്ങാണ് കേട്ടോ. അപ്പോൾ അച്ഛനാണെങ്കിൽ കുറേ കഴിയുമ്പോൾ ദേഷ്യപ്പെടുന്നുണ്ട്. കാരണം അമ്മ കുറേ സാധനങ്ങൾ വീട്ടിൽ നിന്നാണെങ്കിലും ഒക്കെ കൊണ്ടുപോകുന്നുണ്ട്. അച്ഛൻ പറയുന്നുണ്ട് ഇതൊക്കെ ഞാൻ തന്നെയാണ് പിടിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞാൽ ആസ് യൂഷ്വൽ എല്ലാ വീട്ടിലെയും പോലെ. ഞാനും രമേശേട്ടനാണെങ്കിൽ വന്നടിയാണ് എപ്പോഴും ഉണ്ടാവുക. ഞാനെല്ലാം പറക്കി കൊണ്ടുപോകും. അത് കഴിഞ്ഞ് കുറേ ഉച്ചവരെ പാക്കിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പം മിത്തുക്കുട്ടിക്ക് ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇന്ന് പുറത്തുനിന്ന് കഴിക്കാം. എന്തായാലും ഇവർ വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് തടിച്ച് ഒക്കെ ആയിട്ടുണ്ട്. 21 days ചലഞ്ചൊക്കെ ഇങ്ങനെ ഇതിൽ പാറി കണ്ടോ, ഞാൻ നന്നായി തടിച്ചില്ലേ, സാറില്ല നാളെ മുതൽ റെഡിയാക്കാം. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഇന്നും കൂടെ ആയിട്ട് എന്തിനാണ് നമ്മളങ്ങോട്ട് കുറയ്ക്കണം, നമുക്ക് പുറത്ത് പോയിട്ട് അങ്ങോട്ട് ഭക്ഷണം കഴിക്കാം. എന്നിട്ട് ഇന്ന് നിങ്ങളങ്ങോട്ട് പോയിട്ട് വേണം നാളെ നന്നാവാൻ. പക്ഷേ ഞങ്ങൾ സൺഡേ കാര്യം ആലോചിച്ചില്ല. കണ്ടോ, അത്രയും വണ്ടികളായിരുന്നു. 1/2 hour വെയിറ്റിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏഷ്യയിലാണ് കേട്ടോ വന്നിട്ടുണ്ട്. ഒരു ഏഷ്യൻ റെസ്റ്റോറൻ്റാണ്. അപ്പം അച്ഛനെയും രമേശേട്ടനൊക്കെ അവിടെ ഇരുത്തിയിട്ട് ഞാനും അമ്മയ്ക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് പറഞ്ഞപ്പോൾ DIYയിൽ കൊണ്ട് ഇത് നല്ല അടിപൊളി മിനുസ പോലെ തന്നെ ക്യൂട്ട് സാധനങ്ങൾ കിട്ടുന്നതാണ്. പ്രത്യേകിച്ചും കുറേ ടോയ്സ് ആണെങ്കിലും നമ്മുടെ കിച്ചൺ ഐറ്റംസാണ് ഭയങ്കര അടിപൊളിയായിട്ട് കിട്ടുക കേട്ടോ. അപ്പോൾ കിച്ചൺ ഐറ്റംസ് ഒന്നും വാങ്ങരുതെന്ന് അച്ഛൻ ഓൾറെഡി അമ്മയ്ക്ക് വോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി പെട്ടിയിൽ സ്ഥലമില്ല എന്ന്. അപ്പം അമ്മ കമ്മൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് വാങ്ങാൻ വന്നത് കേട്ടോ. മിത്തുക്കുട്ടി അധികം മിത്തുൻ്റെ മാല ലോക്കറ്റ് ഇതുണ്ട്. ഇങ്ങനത്തെ കമ്മലുകളൊക്കെ അധികം ഇങ്ങനെ ഈ സ്ഥലത്ത് വന്നിട്ടായിരിക്കും വാങ്ങുക. ഇത് ഭയങ്കര വില കുറവാക്കണ്ട. ഇങ്ങനത്തെ ഒരു ഫുൾ പെട്ടിക്ക് പോലും 125-130 റുപ്പീസിനൊക്കെയാണ് ആ ഒരു കമ്മലിൻ്റെയും. പിന്നെ നല്ല ഭംഗിയുള്ള ക്ലിപ്പ്, ക്ലച്ചസ്, അതുപോലെ സ്ക്രഞ്ചി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഞങ്ങളെപ്പോഴും വരാറുള്ളതാണ്. അപ്പോൾ അമ്മയ്ക്ക് ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ വാങ്ങിയില്ല. എന്തിനാ ഇങ്ങനെ കുറേ വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് രമേശേട്ടൻ ഇപ്പോൾ കുറേ എണ്ണം ചൈനയിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന കാരണം ഞാൻ വാങ്ങിയില്ല. അല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചു. എൻ്റെ ഈ കമ്മലൊക്കെ രമേശേട്ടൻ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ അതുകൊണ്ട് വാങ്ങിയില്ല. ഇവിടെ നമ്മൾ ഏഷ്യയിൽ വന്നപ്പോൾ ഇവിടെ 1/2 hour വെയിറ്റിംഗ് വേണമെന്ന് പറഞ്ഞു. നല്ല തിരക്കാണ്. ഇന്ന് വീക്കെൻഡും കൂടെ അല്ലേ, അപ്പോൾ നല്ല തിരക്കാണ് കേട്ടോ. അപ്പം ഞങ്ങളിന്ന് വെറുതെ സമയം കളയേണ്ട വിചാരിച്ചു അച്ഛനെയും രമേശേട്ടനെയും ഇവിടെ ഇരുത്തിയിട്ട് ഞങ്ങളൊന്ന് DIY കറങ്ങി വരാം. തൊട്ടടുത്ത് തന്നെയാണ്. അമ്മയ്ക്ക് എന്തൊക്കെയോ വാങ്ങാനുണ്ട് DIYന്ന്. അപ്പോൾ പിന്നെ അതൊന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ 1/2 hour ശേഷം ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയിട്ടോ. ഒരു വലിയൊരു പാർട്ടി നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവിടുത്തെ ആൾക്കാരൊക്കെ കുറേയൊക്കെ പോയി. പിന്നെ ചെറിയൊരു സ്പേസ് ആയിരുന്നു. ഏഷ്യ നമ്മളെപ്പോഴും സ്വിഗ്ഗിയിൽ നിന്ന് ഓർഡർ ചെയ്യാറുണ്ട്. പിന്നെ മുന്നേ പോയത് വളരെ ചെറിയൊരു സ്ഥലമായിരുന്നു. ഇപ്പോൾ അവരത് മാറ്റിയിട്ട് പുതിയ സ്ഥലത്തേക്കായി. അതിനുശേഷം നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടേക്ക് വരുന്നത്. നല്ല അടിപൊളി എന്താ പറയുക, മോമോസ് ആയിക്കോട്ടെ, സൂഷി ആയിക്കോട്ടെ, ഏഷ്യൻ എല്ലാ ഡിഷുകളും കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് പഞ്ചും. എനിക്ക് ഈ ചോപ്സ്റ്റിക്ക് ഉണ്ടല്ലോ ശരിക്കും
ശരിക്കും പറഞ്ഞാൽ അത്ര നന്നായിട്ടൊന്നും യൂസ് ചെയ്യാറില്ല. മിത്തുക്കുട്ടി നല്ല സൂപ്പറായിട്ട് ഈ ജെൻസി പിള്ളേർക്കൊക്കെ ഭയങ്കര അറിവാന്ന് തോന്നുന്നു. എന്നിട്ട് എന്നെയും അമ്മേനെയും രമേശേട്ടനെയും അച്ഛനെയും ഒക്കെ പഠിപ്പിക്കും. രമേശേട്ടൻ പിന്നെ ചൈനയിൽ പോയിട്ട് കുറച്ചൊക്കെ പഠിച്ചു. പക്ഷേ നമുക്കത് നമ്മൾ യൂസ് ടു അല്ല, നമ്മൾ ഡെയിലി ആയി യൂസ് ചെയ്യുന്നുള്ളൂ. ഒരു പ്രാവശ്യം പഠിച്ചാലും നമ്മൾ പിന്നെയും മറക്കൂല. അങ്ങനെ മിത്തുക്കുട്ടി പഠിപ്പിച്ചെന്ന് പിന്നെയും ഞങ്ങൾ യൂസ് ചെയ്യണം. നല്ല ബ്ലൂ ജാസ്മിൻ റൈസ് അങ്ങനെ കുറേ വെറൈറ്റി സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള കുറേ ഡിഷുകളൊക്കെ ട്രൈ ചെയ്തു. അച്ഛനാണെങ്കിലും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ ആംബിയൻസും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അവിടുന്ന് പിന്നെ നാട്ടിലേക്ക് എപ്പോഴും പോകുമ്പോൾ നമ്മൾ സ്വീറ്റ്സ് കൊണ്ടുപോകുക, ഇങ്ങനത്തെ കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നത്. ഇത് ബക്ലാവയ്ക്ക് വേറൊരു പേരിൽ, പക്ഷേ സെയിം ടേസ്റ്റ് തന്നെയാണ് ബക്ലാവയുടെ. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് രാത്രിയായി. കാരണം രാജധാനി ആയതുകൊണ്ട് രാത്രി 11 മണിക്കാണ് ട്രെയിൻ. അതുകൊണ്ടാണ് നമുക്ക് ഒരു ഫുൾ ഡേ പിന്നെയും കിട്ടിയത്. സാധാരണ ഇവർ മംഗള നേത്രാവതിക്കൊക്കെ പോകാൻ പറഞ്ഞാൽ ഭയങ്കര വിഷമമാണ്. കാരണം ആ ദിവസം ഒന്നുമില്ല, രാവിലെ പാക്ക് ചെയ്ത് പോകുന്നു, അത്രയേ ഉള്ളൂ. പക്ഷെ നേത്രാവതി ആകുമ്പോൾ രാജധാനി ആകുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ ഫുൾ ഡേ നമുക്ക് കിട്ടും. രാത്രി വരെയല്ലേ നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്ന് അടുത്തു ആയതുകൊണ്ട് നമുക്ക് കൊണ്ടേക്കാനും വലിയ ബുദ്ധിമുട്ടില്ല. മുംബൈയിലായതുകൊണ്ട് അവിടെ പിന്നെ ആ ഒരു പകലല്ല, ഒരു ഈവനിങ് നേരത്തെ ആയതുകൊണ്ട് അവിടെയും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഷൊർണൂരാണ് നിർത്തുക. മിത്തുക്കുട്ടിക്കാണ് കേട്ടോ ഭയങ്കര എന്താ പറയുക. ഇനിയിപ്പോൾ 2 മാസം കഴിഞ്ഞാൽ നമ്മൾ മെയ്യിൽ വെക്കേഷന് നാട്ടിൽ പോകും. 10th ആയതുകൊണ്ട് അറിയില്ല നമുക്ക് ക്ലാസ്സസൊക്കെ എങ്ങനെയാണ്. ഏപ്രിൽ എന്തായാലും ക്ലാസ് ഉണ്ട്. പിന്നെ ട്യൂഷൻസ് ഉണ്ടോ ഒന്നും അറിയില്ല. ഫുൾ മന്ത് കിട്ടുമോ ഒന്നും അറിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു വിഷമത്തിലാണ് ഇപ്രാവശ്യം മിത്തുക്കുട്ടി. കാരണം 15 ദിവസമൊക്കെ തന്നെ നാട്ടിൽ പോകാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു 10th കഴിഞ്ഞാൽ 3 മാസം പോയി നിന്നോ, അതൊന്നും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. മുത്തശ്ശനും അമ്മമ്മയും ഉള്ളപ്പോൾ എന്താ വെച്ചാൽ നല്ല സുഖമാണ്. രാവിലെ എണീറ്റ് ഉടനെ ചായ, മുത്തശ്ശനാണ് പഠിക്കാൻ വിളിക്കുക. എനിക്കും നല്ല സുഖമായിരുന്നു. എനിക്ക് അങ്ങോട്ട് നോക്കുകയേ വേണ്ടിയിരുന്നില്ല കേട്ടോ. അച്ഛനാണ് ഫുള്ള് നോക്കിയിരുന്നത്. അപ്പോൾ മിത്തുക്കുട്ടിക്ക് ഭയങ്കര വിഷമം. അമ്മമ്മയും മുത്തശ്ശനും എന്തിനാണ് പോണത്, നിങ്ങൾക്ക് ആ വീട് ഇട്ടിട്ട് മുംബൈയിൽ സ്ഥിരതാമസമാക്കിക്കൂടെ എന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ നാട്ടിലെത്രയായാലും എന്താ പറയുക, പണ്ട് അച്ഛൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ പോണ സമയത്തുണ്ടായ സമയത്തൊക്കെ ഞങ്ങളെ വിട്ട് പോകുമ്പോഴും അച്ഛന് ഭയങ്കര വിഷമമായിരുന്നു. അതിനേക്കാളും വിഷമമായിരുന്നു മിത്തൊക്കെ ഉണ്ടായതിൻ്റെ ശേഷം അച്ഛൻ ജോലിക്ക് പോയിരുന്നു ഗൾഫിൽ. അപ്പോൾ അത് ഭയങ്കര വിഷമമായിരുന്നു അച്ഛനെ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. കാരണം നാട് ഭയങ്കര ഇഷ്ടമാണ് അച്ഛന്. നാട്ടിൽ രസമല്ലേ, അച്ഛൻ്റെ കൃഷിയും കാര്യങ്ങളും റിലേറ്റീവ്സൊക്കെ ആയിട്ടുള്ള ഒരു ലൈഫ് എന്ന് പറയുമ്പോൾ അതൊരു രസമുള്ള ലൈഫാണ്. നമ്മൾ ജോലിക്കായിട്ട് എല്ലാവരും വിട്ട് ഒറ്റയ്ക്ക് പോണേക്കാളും രസമുള്ളതല്ലേ അല്ലേ വീട്ടുകാരുടെ കൂടെ പോകണം. അപ്പോൾ ഇതത്ര എന്താ പറയുക, എപ്പോൾ വേണമെങ്കിലും നമുക്ക് മുംബൈ ആയതുകൊണ്ട് വരാം എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ അതൊക്കെ വെറുതെ കേട്ടോ. നമ്മൾ എപ്പോൾ വേണമെങ്കിലും വരാമെന്ന് പറഞ്ഞാലും കൊല്ലത്തിൽ ഒരിക്കൽ തന്നെയാണ് വരാറുള്ളൂ. പോയാൽ പിന്നെ വരലൊക്കെ കണക്കാണ്. നമ്മളാണെങ്കിലും ഇപ്പോൾ കുട്ടികളിങ്ങനെ സ്കൂളൊക്കെ വലുതായി വരുന്തോറും നമുക്ക് അങ്ങനെ കൊല്ലത്തിൽ 4 പ്രാവശ്യം പോയിരുന്നു. ഞങ്ങളിപ്പോൾ കൊല്ലത്തിൽ 1 പ്രാവശ്യമായി മാറി, അതും 15 ദിവസത്തേക്ക്. ആ ഒരു അവസ്ഥയാണ്. അങ്ങനെ തന്നെയാണല്ലേ ലൈഫ്. ട്രെയിനിൻ്റെ സ്പീഡ് പോലെ തന്നെ നമ്മുടെ ലൈഫും പോകുന്നത്. ഇപ്പോൾ കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും മെയ് ആവും, 2026 കഴിയും. ഇതുപോലെ മിത്തുക്കുട്ടിയും പഠിക്കാനൊക്കെ പോകുമ്പോൾ പിന്നെയും നമ്മൾ ഒറ്റയ്ക്കാവും. ഇതൊക്കെ അറിയാം, റിയാലിറ്റി ആണ്. എന്നാലും ചെറിയൊരു വിഷമം. തൽക്കാലം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ് കേട്ടോ. വേറെ ദിവസം കാണാം. ബൈ.